യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ലോകം ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടക്കാൻ പോകുന്നു. പുൽക്കൂടൊരുക്കിയും ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തിയും ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നാട്. മേഘന മുരളി, റാഫി കരീം, സമീർ സിംഹോ എന്നിവരാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വെച്ചിരുന്നത്. ആദ്യം മേഘനയിലേക്ക് മേഘന നിൽക്കുന്ന തിരുവനന്തപുരം ചാല മാർക്കറ്റിലാണ്. മേഘന, ചാല മാർക്കറ്റ് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ സജീവമാകുന്ന സമയമാണ്. മാർക്കറ്റിലെ കാഴ്ച എന്താണ്? മൊത്തത്തിലൊരു ക്രിസ്മസ് വൈബിന്റെ വാർത്ത എങ്ങനെയാണ് മേഘന? ഹാഷ്മി, തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ഏത് ആഘോഷമാണെങ്കിലും, അത് ക്രിസ്മസ് ആണെങ്കിലും ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും ഒക്കെ ഗംഭീരമായി ആഘോഷിക്കുന്ന ഒരു പതിവുണ്ട്. അത് ഇത്തവണയും തെറ്റിക്കുന്നില്ല. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ചാല മാർക്കറ്റിലാണ്. ചാല മാർക്കറ്റിന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ ഈ ഇപ്പോൾ സജീവമായി വരുന്നതേ ഉള്ളൂ, മാർക്കറ്റിങ്ങിനെ സജീവമായി വരുന്നതേ ഉള്ളൂ. പക്ഷേ വൈകുന്നേരത്തോടു കൂടി തന്നെ കൂടുതൽ ആളുകൾ ചാല മാർക്കറ്റിലേക്ക് എത്തും. ഇന്നലെയൊക്കെ വലിയ തിരക്ക് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ ഈ പുൽക്കൂട് വാങ്ങുന്നതിനും മറ്റുമായിട്ടുള്ള തിരക്കുകൾ, ഈ ചെറിയ ചെറിയ ഷോപ്പുകൾ, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചാല മാർക്കറ്റിൽ ഉള്ളത്. ഇവിടെ നേരത്തെ തന്നെ ഇത്തരത്തിൽ പുൽക്കൂട് ഒരുക്കുന്നതിനും നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ദീപാലങ്കാരൊക്കെ ആയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ചാല മാർക്കറ്റ് സജീവമായി വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ചെറിയ ചെറിയ ഷോപ്പുകൾ ഇത്തരത്തിൽ മാർക്കറ്റിൽ കാണാം. ഇനി ഉച്ചയ്ക്ക് ശേഷം കൂടുതൽ മാർക്കറ്റ് സജീവമാകുമെന്നുള്ളതാണ് ഇവിടെ നിന്ന് കടക്കാരും പറയുന്നത്. എന്തായാലും ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ, ഈ നക്ഷത്രങ്ങളും പുൽക്കൂടും ഒക്കെ ഉപരിയായിട്ടുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ മാംസങ്ങളും ഒക്കെ വാങ്ങുന്നതിനുള്ള ഒരുക്കങ്ങളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഈ ഒരു മാർക്കറ്റിലെത്തി സാധനങ്ങൾ വാങ്ങുന്ന ഒരു കാഴ്ച കൂടി കാണാനുണ്ട്. ചേച്ചി, ക്രിസ്തുമസ് ഒരുക്കങ്ങളിലേക്കാണോ? എന്തൊക്കെയാണ് വാങ്ങിയത്? വാങ്ങിക്കാൻ പോണല്ലോ. വൈകിപ്പോയോ? വൈകിപ്പോയി. അടിപൊളിയാണ്. ഇത്തവണത്തെ ക്രിസ്മസ് എന്തായാലും നല്ല രീതിയിൽ ആഘോഷിക്കാൻ തീരുമാനിച്ചേക്കാണ്. പുൽക്കൂടൊക്കെ ഒരുക്കാൻ വൈകിയോ? വൈകി ഇന്നലെ എക്സാം കഴിഞ്ഞേ ഉള്ളൂ മോക്ക്. അതുകൊണ്ട് ഇന്ന് എല്ലാ ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്യുകയാണ്. എങ്ങനെയാ അടുക്കള വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? സാധനങ്ങളൊക്കെ വാങ്ങിയോ? സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം. എങ്ങനെയാ മോളെ ആഘോഷങ്ങളൊക്കെ? കുഴപ്പമില്ല. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ്. ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. ചാല മാർക്കറ്റ് സജീവമായി വരുന്നതേ ഉള്ളൂ. വൈകുന്നേരത്തോടു കൂടി കൂടുതൽ ആളുകൾ എത്തും. എന്തായാലും ഇവിടെയും ക്രിസ്മസ് ആഘോഷം തകൃതിയാണ്. ദീപാലങ്കാരം എന്ന് പറഞ്ഞ് ശരിയാക്കിയിട്ട് പോയാൽ മതി. നമ്മുടെ മേഖല ദീപാലങ്കാരം എന്ന് പറയാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ദീപാലാല എന്നായി പോയായിരുന്നു. ചെറിയ പുള്ളിയല്ല, IFFK അവാർഡ് കിട്ടിയ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രത്യേക പുരസ്കാരമൊക്കെ മേടിച്ച ആളാണ്. ദീപാലങ്കാരം എന്ന് പറഞ്ഞേ. ഹാഷ്മി, വീണ്ടും തെറ്റുന്നൊരു സംശയം. ആർക്കും പറ്റും, സാരമില്ല, ആർക്കും പറ്റും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.